അല്ല, ഫുട്ബോൾ തൽപരരാണ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ മഹാഭൂരിപക്ഷം. അവരെല്ലാം ഒരുപാട് പേര് ഇവിടെ ഇപ്പോൾ ഉണ്ട്. മറ്റു പലരും ദൂരെ താമസിക്കുകയാണ്. ഇപ്പം ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിട്ടുള്ള മറ്റ് ടീമുകളെല്ലാം യൂറോപ്യൻ ടീമുകളാണ്. ആകെ അവശേഷിക്കുന്ന ഒരു ടീം യൂറോപ്പ് ഇതര ടീം അർജന്റീനയാണ്. അതുകൊണ്ടുകൂടി അർജന്റീന ജയിക്കണം. വ്യത്യസ്ത കേളി ശൈലികൾ ഏറ്റുമുട്ടട്ടെ എന്നാണ്. ഇംഗ്ലണ്ട് തുടക്കത്തിൽ സ്വിറ്റ്സർലൻഡ് പ്രസ് ചെയ്ത് കളിക്കുകയായിരുന്നു. എന്നാൽ അർജന്റീന അവരുടെ കേളി ശൈലി പുറത്തെടുത്തു. ആവേശകരമായിട്ടുള്ള അർജന്റീനയുടെയും സ്വിറ്റ്സർലാൻഡിൻ്റെയും സെമി ക്വാർട്ടർ ഫൈനൽ മത്സരം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നിലവിൽ ഒരു ഗോളിന് അർജന്റീന മുന്നേറി നിൽക്കുകയാണ് എന്നുള്ളതാണ്. 11ാമത്തെ മിനിറ്റിലാണ് ആദ്യം അർജന്റീന സ്കോർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ കളി കാണുന്നത് അത് ഡൽഹിയിലും വലിയ ആവേശത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും CC അംഗങ്ങൾ, അതായത് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, CPM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള ആളുകളേറെ ആവേശത്തോടു കൂടി തന്നെയാണ് ഈ ഫുട്ബോൾ മത്സരത്തെ കാണുന്നത് എന്നുള്ളതാണ്. MA ബേബി ഇപ്പോൾ മീഡിയ വണിനോടൊപ്പം ചേരുകയാണ്. സഖാവെ, കളി എങ്ങനെയാണ് ആവേശം? വളരെ ആവേശകരമായ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ അധികം സംസാരിക്കുന്നത് നല്ലതല്ല. തുടക്കത്തിൽ സ്വിറ്റ്സർലൻഡ് പ്രസ് ചെയ്ത് കളിക്കുകയായിരുന്നു. എന്നാൽ അർജന്റീന അവരുടെ കേളി ശൈലി പുറത്തെടുത്തു. ഒന്നിനു പുറകെ ഒന്നായിട്ട് 2 കോർണറുകൾ ലഭിച്ചു. ആദ്യത്തെ കോർണർ വളരെ നന്നായിട്ട് മെസ്സി കൊടുത്തു, പക്ഷേ അത് ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. അപ്പം തന്നെ കിട്ടിയ രണ്ടാമത്തെ കോർണർ വളരെ ആക്യുറേറ്റായി സൂക്ഷ്മമായിരുന്നു. അത് അർജന്റീനയ്ക്ക് ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു ഗോളിൻ്റെ ലീഡ് ഇപ്പം അർജന്റീനയ്ക്കുണ്ട്. എന്നാലും കളിയിൽ എന്ത് സംഭവിക്കാമെന്നുള്ളത് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് നല്ല കളി സ്വിറ്റ്സർലൻഡും അർജന്റീനയും കളിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ ജയിക്കുമെന്ന് തന്നെയാണോ പ്രതീക്ഷ? അർജന്റീന ജയിക്കുമെന്നാണ് പ്രതീക്ഷ. അർജന്റീന ജയിക്കണമെന്നാണ് ആഗ്രഹം. അതാണ് തിരിച്ചു ഗോൾ അടിക്കാൻ വളരെ ഉത്കണ്ഠാജനകമായ നിമിഷമാണ് അർജന്റീനിയൻ പോസ്റ്റിൽ. ഇപ്പം ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിട്ടുള്ള മറ്റ് ടീമുകളെല്ലാം യൂറോപ്യൻ ടീമുകളാണ്. ആകെ അവശേഷിക്കുന്ന ഒരു ടീം യൂറോപ്പ് ഇതര ടീം അർജന്റീനയാണ്. അതുകൊണ്ടുകൂടി അർജന്റീന ജയിക്കണം. വ്യത്യസ്ത കേളി ശൈലികൾ ഏറ്റുമുട്ടട്ടെ എന്നാണ്. ഇംഗ്ലണ്ടിനോട് ഏറ്റുമുട്ടാൻ അർജന്റീന ഉണ്ടാകുന്നു. അല്ലെ, മുമ്പും മറഡോണയുടെ ടീമും ഇംഗ്ലണ്ടിനെതിരായിട്ട് കളിച്ച് ചരിത്ര ഗോളുകൾ നേടിയിട്ടാണല്ലോ കപ്പ് നേടുന്നത്. ഞാൻ വിചാരിക്കും 78-ൽ. അപ്പോൾ ഇത്തവണ വീണ്ടും മെസ്സിയുടെ നേതൃത്വത്തിലുള്ള ടീം കപ്പ് നേടണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഫ്രാൻസും സ്പെയിനും അപ്പുറത്തുള്ള 2 ടീമുകൾ, അത് രണ്ടും വളരെ കരുത്തന്മാരായ ടീമുകളാണ്. ഏറ്റവും കൺസിസ്റ്റൻ്റായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രാൻസാണ് എംബപ്പയുടെ നേതൃത്വത്തിൽ. അതുകൊണ്ട് ഇപ്പോൾ ഈ കളി കാണാൻ ജീവിച്ചിരിക്കുന്ന നമ്മളെല്ലാം ഭാഗ്യവതികളും ഭാഗ്യവാന്മാരുമാണ്. ഈ കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുകയാണ്, അതിനിടയിലാണ് ഈ ഒരു സ്പോർട്സ് ആവേശം. അതും ഈ അംഗങ്ങളെ എങ്ങനെയൊക്കെയാണ് ആവേശത്തിലാക്കുന്നത്? അല്ല, ഫുട്ബോൾ തൽപരരാണ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ മഹാഭൂരിപക്ഷം. അവരെല്ലാം ഒരുപാട് പേര് ഇവിടെ ഇപ്പോൾ ഉണ്ട്. മറ്റു പലരും ദൂരെ താമസിക്കുകയാണ്. പിന്നെ വലിയ ചില ജീവിത തത്വങ്ങൾ ഇത്തരം ഫുട്ബോൾ പോലുള്ള കൂട്ടായ്മയുടെ കളികൾ നൽകുന്നുണ്ട്. നമ്മൾ യോജിച്ച് കഴിവുള്ളവരെല്ലാം കൂട്ടിയിണക്കി നീങ്ങിയാലാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഈജിപ്റ്റ് വലിയ തോതിൽ അർജന്റീനയുമായിട്ട് കളിച്ച് മുന്നേറി 2 ഗോളുകൾ അടിച്ചു. അപ്പം ഈജിപ്റ്റൊന്നും വലിയ ഫുട്ബോൾ ശക്തിയായിട്ട് അംഗീകരിക്കപ്പെട്ടുള്ളവരല്ല. അവർക്കും നന്നായിട്ട് കളിക്കാൻ പറ്റും. അർജന്റീനയെ വിറപ്പിക്കാൻ പറ്റും എന്ന് തെളിയിച്ചു. അർജന്റീന അവസാനത്തെ 10 മിനിറ്റുകൾക്കുള്ളിൽ 3 ഗോൾ തിരിച്ചടിച്ച് ജയിച്ചു. അപ്പം അപ്രതീക്ഷിതമായ പലതും സംഭവിക്കാം കളിയിൽ എന്ന പോലെ ജീവിതത്തിലും രാഷ്ട്രീയത്തിലുമൊക്കെ. അപ്പോൾ ഇതിൽ നിന്നും പല പാഠങ്ങളും നമുക്ക് എടുക്കാനുണ്ട്. അതാണ്, കായിക തലത്തിൽ നിന്നും ഫുട്ബോളിൽ നിന്നു തന്നെ പാഠങ്ങൾ പഠിക്കാറുണ്ട് എന്നുള്ളതാണ് MA ബേബി പറയുന്നത്. ആവേശത്തിൽ തന്നെയാണ് CPMൻ്റെ CC മെമ്പർമാരും ഇതിനോടെ കാണുന്നത്. രാഷ്ട്രീയത്തോടൊപ്പം തന്നെ അവരുടെ സ്പോർട്സിലെ ആവേശം കൂടി അവർ എടുത്തു കാണിക്കുകയാണ്. ഡൽഹിയിൽ നിന്നും ഇമ്രാൻ അൻസാരിക്കൊപ്പം റഷീദ് ബിൻ മുഹമ്മദ്, മീഡിയ.